ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് റെസിപ്പി എപ്പിസോഡ് 6 ആണ്. ഇന്നൊരു വെറൈറ്റി സ്റ്റീം ബണ്ണും ദം ആലുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റീം ബണ്ണ് തയ്യാറാക്കാൻ 2 കപ്പ് മൈദ, കുറച്ച് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഓപ്ഷണലാണ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നേരിട്ടിട്ട് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 1 കപ്പ് നേരിയ ചൂടുള്ള പാല് 1 കപ്പ് ഒഴിച്ച് നന്നായി ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ കുറച്ചായിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമുക്കൊരു സ്മൂത്ത് ഡോ ആണ് കുഴച്ചെടുക്കേണ്ടത് നമ്മുടെ സ്റ്റീം ബണ്ണിന് വേണ്ടി. അപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഈ ചൂട് പാലിൽ നിങ്ങൾ ഇത് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇത് ഇൻസ്റ്റൻ്റ് ആയതാണ് ഞാൻ നേരിട്ട് ചേർത്തത്. അപ്പോൾ ഇത് നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 3/4 മണിക്കൂറിന്. ഈ സമയം കൊണ്ട് നമുക്ക് ദമ്മാലുവിൻ്റെ റെസിപ്പി നോക്കാം. ഒരു കുക്കറിലേക്ക് ഞാൻ കുഞ്ഞു പൊട്ടറ്റോ അല്ലാത്തതുകൊണ്ട് വലിയ പൊട്ടറ്റോ പകുതിയായിട്ട് ഇട്ടിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളി, സവാള, കാഷ്യൂ എന്നിവ നമുക്ക് കുക്കറിലിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചൊരു വിസിലിന് വേവിച്ചെടുക്കുക. എന്നിട്ട് പൊട്ടറ്റോ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് മിക്സർ ജാറിലിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കണം. എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് മഞ്ഞളും കശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതേ എണ്ണയിലേക്ക് കുറച്ച് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലിപ്പൊടി, പിന്നെ നമ്മുടെ മേത്തി ലീവ്സ്, ഡ്രൈ മേത്തി ലീവ്സ് ഒന്ന് ചതച്ചിടുക, കൈകൊണ്ട് ചതച്ചിടുക. പിന്നെ ഒരു വഴനയില, അതായത് ബേ ലീഫ്, പിന്നെ നമ്മുടെ അരപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ മിക്സർ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് നന്നായി അടച്ച് വെച്ച് ഇതുപോലെ തിള വരുമ്പം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായി തിളച്ച ശേഷം ഇത് വാങ്ങി വെക്കുക. നമ്മുടെ അടിപൊളി ദം ആലു കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് പോവാം. അപ്പോൾ മാവ് ഈ സമയം കൊണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ആറ് കളയുക. എന്നിട്ട് ഇതൊരു റോളിംഗ് ബോർഡിലേക്ക് എടുക്കുക. കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് ഈ മാവ് നമുക്ക് നന്നായി ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തി എടുക്കുക ഫുള്ളായിട്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ മല്ലിയില ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഉള്ള റെസിപ്പിയിൽ ഇതിൽ സ്പ്രിംഗ് ഓണിയനാണ് സ്പ്രെഡ് ചെയ്യുന്നത്, പക്ഷേ ഞാനിതിൽ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ദേശി ഫ്ലേവറിന്. എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ വെച്ച് വലിച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കിയെടുക്കുക. കണ്ടോ, നമ്മൾ കട്ട് ചെയ്തത് സ്ക്യൂർ വെച്ച് നടുക്ക് ഇങ്ങനെ വെച്ച് വലിച്ച് ഇതൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റീം ബണ്ണിനുള്ള പാറ്റേൺ റെഡിയായി. ഇത് ശരിക്കും ഇതിൻ്റെ പേര് ടിങ്മോ ബണ്ണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ടിബറ്റിയൻ ബണ്ണാണ്. ഇപ്പോൾ ഇനി നമ്മുടെ ഇത് ഇഡ്ഡലി തട്ടിലേക്ക് എടുത്ത് നമുക്കിതൊന്നൊരു 10 മിനിറ്റിന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെയ്ത് നമ്മുടെ അടിപൊളി ടിങ്മോ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് യമ്മിയല്ലേ, അതുപോലെ തന്നെ സോഫ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ പിള്ളേർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ തന്നെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഈ ദേശി ഫ്ലേവറിന് വേണ്ടിയാണ് മല്ലിയില ഇട്ടത്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റീം ബണ്ണും നമ്മുടെ ദമ്മാലു റെഡിയാണ്. ഈ കോമ്പിനേഷൻ എൻ്റെ മക്കളെ കിഡുവാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.